നമസ്കാരം. ഒരു മനോഹരമായ കവിത എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി മുങ്ങി. നമ്മുടെ ചങ്ങമ്പുഴയുടെ മനോഹരമായ വരികളാണ്. അതേപോലെ മറ്റൊരു കവിത കൂടി, പ്രകൃതി എത്ര മനോഹരം ശാന്തം, അല്ലേ? നമ്മുടെ ഫാമിലിക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒരുമിച്ച് താമസിക്കുവാൻ പറ്റിയ മനോഹര ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടിനെയാണ് ലൈഫ് ടിയുടെ എൻ്റയർ മീഡിയ ടീം ഇന്ന് ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയിലെ നേരിക്കാടുള്ള ട്രാങ്ക്വിൽ റിവർ വ്യൂ ഇൻ ആൻഡ് ചൈതന്യ ഹോംസ്. മനോഹരമായ ആംബിയൻസാണ്. പ്രകൃതി പോലും എത്ര മനോഹരമായി പെയ്തിറങ്ങുന്നു. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വൈബിലുള്ള ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. റൂംസ് ഉണ്ട്, നല്ല അടിപൊളി ഫുഡുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും വെറൈറ്റിയാണ്. എത്ര മനോഹരം ശാന്തം. Tranquil river view in Chaitanya Homes, the graceful hospitality in the heart of the village. ആ മനോഹാരിത നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ആൽവിൻ ജോസ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാറേ നമസ്കാരം. ഈ പ്രകൃതി രമണീയത ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കേരളീയർക്ക് സമ്മാനിച്ചത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആ വിഷ്വൽ എഫക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. എത്ര മനോഹരം. അപ്പോൾ ഞാൻ നേരത്തെ പാട്ട് പാടിയതൊക്കെ വെറുതെയല്ല. ഇനിയിപ്പോൾ ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടും ഒരു കട്ടൻ ചായയും ഉണ്ടെങ്കിൽ സാറിത ചായ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷമായി. ഒരിക്കൽ കൂടി ഈ പ്രകൃതി ഇങ്ങനെ നമുക്ക് സമ്മാനിച്ചതിന്. ഇതിപ്പോൾ എത്ര നാളായി ഇത് ആരംഭിച്ചിട്ട്? ഈ ഹോം സ്റ്റേ ആണോ കൂടുതലായിട്ട് നമ്മൾ? അതോ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്തത്. ഞാൻ പ്രോപ്പർട്ടി വാങ്ങിയത് 2017-ലാണ്. ഓ ശരി. നമ്മളിപ്പം റെസ്റ്റോറൻറ്റ് അങ്ങനെയാണോ ആരംഭിച്ചത്? അതോ എല്ലാം കൂടെ ഒന്നിച്ചാണ്? എല്ലാം കൂടെ ഒന്നിച്ചാണ്. ഫുഡും റൂമും ഒന്നിച്ച് കൊടുക്കുന്നത് ചെയ്യാനാണ്. അതെ. അപ്പം നമ്മളെ റൂംസൊക്കെ എങ്ങനെയുള്ളതാണ്? ശരിക്കും ഭയങ്കര നല്ല കളർഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിക്ക് ഒട്ടും മായം വരുത്താതെ അതിനോട് ഇണങ്ങിച്ചേർന്ന് ഈ ഒരു കൺസെപ്റ്റ്. ആ റൂമുകളുടെ കാര്യം പറ, എന്തൊക്കെ നമുക്ക് ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്? റൂം എന്ന് പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിലാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അല്ലെ, എൻ്റെ ബിരുദം ഹോസ്പിറ്റാലിറ്റി ആണ്. അതുകൊണ്ട് ഒരു പ്രത്യേക എനിക്കൊരു പാഷനുണ്ട്. അല്ല, ആ വാക്കിൽ തന്നെയുണ്ട് ഗ്രേസ്ഫുൾ ഹോസ്പിറ്റാലിറ്റി ഇൻ ദി ഹാർട്ട് ഓഫ് ദി വില്ലേജ്. അതെ, ട്രാങ്ക്വിൽ എന്ന് പറഞ്ഞാൽ തന്നെ പീസ് ആൻഡ് ക്വയറ്റ് എന്നൊരു മീനിങ് ആണ്. കാമാൻ ക്വയറ്റ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ രീതിയിലാണ് ആ പേര് ഇട്ടിരിക്കുന്നത്. അപ്പം റൂമൊക്കെ വളരെ 5 സ്റ്റാർ സ്റ്റാൻഡേർഡിൽ തന്നെ ചെയ്തിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കൂടെ അഫോർഡബിളായ റേറ്റിൽ സാധാരണ ജനങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ഒരിക്കലും ചെന്ന് നോക്കാനായിട്ട് പറ്റിയല്ല. പക്ഷേ ഇവിടെ അവർക്ക് വന്നാൽ 5 സ്റ്റാറിൻ്റെ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ്. ശരി. നമ്മുടെ കറക്റ്റ് പ്ലേസ് ഇപ്പോൾ എവിടെയാണ്? നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഞാൻ മീനച്ചിലാറിൻ്റെ തീരത്താണെന്ന് അറിയാം. എങ്കിലും ആർക്കുന്നം വില്ലേജിൽ നീർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ അടുത്തൊരു തണലോരം പറഞ്ഞൊരു ബാംബു ഫോറസ്റ്റ് ഉണ്ട്. അതിനോട് ഏറ്റവും അടുത്ത ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ. ആ പ്രകൃതി രമണീയത ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വരൂ. അപ്പോൾ സാറേ, ഇവിടെ താമസിക്കുന്നവർക്ക് ആ പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട്, അതെ അല്ലേ, മനോഹരമായ ഫുഡുകൾ. എന്തൊക്കെ ഫുഡുകളാണ് മെയിനായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്? നമുക്കിവിടെ മൾട്ടി കിച്ചനാണ്, കൊമേഴ്സ്യൽ കിച്ചനാണ്. 100-150 പേരുടെ ഫുഡ് വേണമെങ്കിലും അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ ഓപ്പൺ ടെറസിൽ എടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ്.
റോട്ടറി ക്ലബിൻ്റെയും അല്ലാതെ മറ്റ് മാരിയ ഫംഗ്ഷനും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ഈ ഫാമിലിയൊക്കെ വരുമ്പം ഏതുതരം ഫുഡുകളാണ്? ട്രഡീഷണൽ ആയിട്ടുള്ളതാണോ അതോ ഉണ്ട്, നാടനും ഉണ്ട്, നോർത്ത് ഇന്ത്യനും ഉണ്ട്, ചൈനീസും ഉണ്ട്, കോണ്ടിനെൻ്റലും ഉണ്ട്, മൾട്ടി ക്യൂസിനാണ്. ശരി. അതുകൊണ്ട് ഞാൻ മൾട്ടി ക്യൂഷൻ എന്ന് പറഞ്ഞല്ലോ. ശരി. 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൾട്ടി ക്യൂസിൻ. ശരി. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും അതോ പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്? നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്നും അറബികളും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ശരി. കൂടാതെ അമേരിക്കൻസ് മസലാമ. അതെ, അവർ booking.com വഴിയും അല്ലാതെ Airbnb, അഗാഡോ, ഇങ്ങനെ പല പല വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ലോക്കലായിട്ടുള്ള നമുക്ക് ചൈതന്യ ട്രാവൽസ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിൽ നമുക്ക് കുറേ ചൈതന്യ വലിയ ഗ്രൂപ്പാണല്ലോ അല്ലേ? അങ്ങനെ നമുക്ക് 4 വണ്ടികളുണ്ട്. 49 സീറ്റ്, 40 സീറ്റ്, 26 സീറ്റ്, 14 സീറ്റ്. വലിയ ആളാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വരുന്ന എൻക്വയറി ആ കസ്റ്റമേഴ്സ് നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. ഇതുവഴി ടൂർ ഓപ്പറേറ്റ് വാഗമണ്ണോ മൂന്നാറോ ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പേഴ്സണലായിട്ട് ഇവിടെ അപ്പോൾ പ്രകൃതിയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു താങ്കൾക്ക് ഈ ചെറുപ്പത്തിലൊക്കെ? അതെ, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എനിക്ക് കിട്ടത്തില്ല. അതെ, ആറ്റുതീരം വളരെ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. അതുകൊണ്ട് പിന്നെ അത് ഈ രീതിയിൽ അങ്ങ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും. നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകാറുണ്ടെങ്കിലും ഈ ഒരു ആംബിയൻസ് അതിന് ഇങ്ങനൊരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വന്നതിന് ഒരു പ്രത്യേക സല്യൂട്ട്, പ്രത്യേക ഷെയ്ക്ക് ഹാൻഡ്. താങ്ക് യു. പിന്നെ നമ്മുടെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സൗകര്യമുണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗസ്റ്റിനെ എടുത്തുകൊണ്ട് കുമരത്ത് പോയി അവിടെ തണ്ണീർമുക്കം പണ്ട് പാതിരാമണ്ഡലമൊക്കെ കാണിച്ച് തിരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം. കാരണം അത് ഒരു ദിവസം പ്രോഗ്രാമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1-2 മണിക്കൂർ കൊണ്ട് പറ്റില്ല. കാരണം 2 hours എടുക്കും ഇവിടുന്ന് ഒരു ശിക്കാര വള്ളം അവിടെ കുമരം വരെ ചെല്ലാനായിട്ട്. പിന്നെ അവിടെ എല്ലാം കറങ്ങി വൈകുന്നേരം തിരിച്ച് ഇവിടെ വന്ന് വരും. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ റൂം ഗസ്റ്റ് നമുക്ക് ഇവിടെ കയാക്കിംഗ് ഉണ്ട്, അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ശരി. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെ. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ഇവിടുന്നുള്ള? എനിക്ക് ഒരാളെന്നോട് പറഞ്ഞത് ഇവിടുത്തെ ഫുഡ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മാനേജ്മെൻറ്റ്, ഒരു സമീപനം. ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊന്നുമല്ല, സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന പോലെയുള്ളൊരു സമീപനമാണ്. അവിടെ നിങ്ങൾ പോയി പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം വളരെ ട്രെയിൻഡ് ആണ്, വളരെ കസ്റ്റമർ ഓറിയൻറ്റഡ് സർവീസാണ്. അത് ശരിക്കും അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ വന്നിട്ടുള്ളവരുടെ അല്ല ഇവിടുത്തെ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. റിവ്യൂ നോക്കിയിട്ടാണ് ഞാനും വന്നത്. എന്തായാലും ഞാനും ഫാമിലിയായിട്ട് വന്ന് താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഉടനെ തന്നെ ഇവിടെ എത്തും തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. അത് എന്തൊക്കെയാണ്? മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ഹോം സ്റ്റേയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആംബിയൻസ് ഒരു പ്രധാന ഘടകമാണ്. എങ്കിലും മറ്റെന്തൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് വളരെ സ്പെഷ്യാലിറ്റിയാണ്. എല്ലാവരും ഫിഷ് ഗ്രില്ലുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഫിഷ് ഗ്രില്ല്, ബാർബിക്യൂ ചിക്കൻ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗസ്റ്റിന് ചൂണ്ടയിടാനായിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട്. അവർ മീൻ പിടിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ അത് കറി വെച്ചോ വറുത്തോ ഒക്കെ കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഞാൻ ചൂണ്ടയിട്ട് വെച്ചിരുന്നു. ഇവിടെ ഒത്തിരി മീനുള്ള സ്ഥലമാണ്. അതെ അതെ, മീനച്ചിലാറില്ലേ അല്ലേ? മീനച്ചിലാറിൻ്റെ ഏറ്റവും വീതി കൂടിയ സ്ഥലവും നല്ല ആഴമുള്ള സ്ഥലമായതുകൊണ്ട് വലിയ മീനുകൾ സംഘടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാളയും വാഗവരാൽ ഇങ്ങനെയുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് വയ്യ, ഇതെല്ലാം പിടിച്ചിട്ടേ ഞാനെന്ന് പോവുള്ളൂ. അപ്പോൾ എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട മീനച്ചിലാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത് മനോഹരമായ ഒരു അക്വേറിയം. അത് ഒരു നല്ല ഡിസൈനാണത്. ഇതിൻ്റെ കൺസെപ്റ്റൊക്കെ എങ്ങനെയാണ്? തങ്ങളുടെ സ്വന്തം ഐഡിയ ആണ്? എനിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, അതനുസരിച്ച് ചെയ്തെടുക്കും. അതെ. ഇനി എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള പ്ലാനുകൾ? ഇവിടെ നിന്നും ഇത് ഇങ്ങനെ തുടങ്ങി ഇനി എന്താണ് ബാക്കിയുള്ള ഭാവി പദ്ധതികൾ? കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനോടനുസരിച്ച് വേറെ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷനിലൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു ആംബിയൻസിൽ തന്നെ തുടങ്ങണേ. അതെ, അല്ല ഇതിപ്പോൾ റിവർ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഒരു വാലി വ്യൂ അല്ലെങ്കിൽ ഹിൽ വ്യൂ, അങ്ങനെ ഡിഫറെൻറ്റ് ഇതിൽ തന്നെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വരുന്ന കേസിനെ അങ്ങോട്ടൂടെ നമുക്ക് ഉണ്ടാകാവുന്ന രീതിയിൽ നമ്മൾ തന്നെ ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഒരു ഗസ്റ്റ് വന്നാൽ അവരെ കേരളം മുഴുവൻ കാണിച്ച് വിടത്തക്ക രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ആളുകൾ പറയുന്നത് മോശമൊന്നുമല്ല അല്ലേ? കറക്റ്റാണ്. അതിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ജോൺസൺ മാഷിൻ്റെ ഒരു പാട്ടും ഒരു കട്ടൻ ചായയും ഒക്കെ കുടിച്ച് ആ പാട്ടൊക്കെ നമുക്ക് കിട്ടി. എന്നാലും കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ പാട്ട് ഇടുന്നില്ല. ഞാനത് കേട്ട് പാട്ട്. ശരിക്കും നമുക്ക് ആ ഗ്രാമീണത നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ഭംഗിയൊക്കെ നേരത്തെ നമ്മൾ പാടിയ കവിതയൊക്കെ പോലെ വരികയാണ്. ഇപ്പം നമ്മൾ ഇവിടെ വ്യത്യസ്തമായ ഒരുപാട് റൂമുകളാണുള്ളത് അല്ലേ സാറേ? അതെ. അതിൻ്റെ സാറേ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും ഞാനത് നോക്കിയപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് കയറി. അത്രയ്ക്ക് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് തുറന്ന് കാണാം അല്ലേ സാറേ? അത് തന്നെ നമുക്കിവിടെ കീ കാർഡാണ്, അല്ല കീ നമ്മൾ തുറക്കുന്ന ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ മാത്രമുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇങ്ങനെയൊക്കെ. നമ്മുടെ സ്വർഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളെ ഞാൻ ഡിക്റ്റനായിട്ട് കാണിച്ചു തരാം. കൂടാതെ നമുക്കിവിടെ റൂം നമ്പർ എഴുതിയിട്ടെങ്കിൽ കൂടെ ഡു നോട്ട് ഡിസ്റ്റർബ്, ഗസ്റ്റ് ഇൻ, ക്ലീൻ ദ റൂം, ഇതെല്ലാം ഗസ്റ്റിനകത്തുനിന്ന് സെറ്റ് ചെയ്താൽ അതനുസരിച്ച് നമ്മുടെ സ്റ്റാഫ് അത് ക്ലീൻ ചെയ്യാൻ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യും. ഗസ്റ്റ് അകത്തുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല.
ഡു നോട്ട് ഡിസ്റ്റർബ് ആണെങ്കിൽ ബെല്ല് പോലും അടിച്ചാൽ കേൾക്കത്തില്ല. ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കിയിട്ടാൽ ബെല്ല് അടിക്കത്തില്ല. അങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പ്രോഗ്രാമെല്ലാം സെറ്റിങ്സ് ഒരുപാടുണ്ട്. ഇനിയുമുണ്ട്, അകത്തൊന്ന് ഗസ്റ്റ് സെറ്റ് ചെയ്യണം. ഇനിയുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൂമിലേക്ക് കയറി കഴിഞ്ഞു. ഇത് ലോക്കർ സിസ്റ്റം ആണ് അല്ലേ സാർ? കബോർഡ്, കബോർഡാണ്. നമുക്ക് വാല്യുബിൾ ഐറ്റംസ് ഗസ്റ്റിന് സൂക്ഷിക്കാനായിട്ട്. ലോക്കർ, അതല്ലേ ഞാൻ പറഞ്ഞ ലോക്കർ ഞാൻ കണ്ടു. നമ്പർ ലോക്കുള്ള അവർക്ക് സെറ്റ് ചെയ്യാം. നമ്പർ ലോക്ക് കാണാം. പിന്നെ നമുക്ക് പുറത്തെവിടെയും പോവുകയാണെങ്കിൽ സ്റ്റാഫ് ക്ലീൻ ചെയ്യാൻ വരുന്നു എന്നോ അങ്ങനെയുള്ള സ്കേഡാണ്ട് എല്ലാം സേഫ് ആയിട്ട് അവർക്ക് തന്നെ നമ്പർ ലോക്ക് ചെയ്യും. ചില സ്ഥലങ്ങളിൽ എഴുതി വെച്ചേക്കും നിങ്ങളുടെ സ്വർണ്ണം നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ. നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ. അപ്പോൾ നമുക്ക് സമയത്ത് നമുക്ക് സൂക്ഷിക്കാം. നമുക്കും അത്ര റെസ്പോൺസിബിലിറ്റി കുറവുണ്ട്. അതെ അതെ അതെ, അവർ തന്നെ ലോക്ക് ചെയ്ത് വെച്ചോളൂ. അതെ. ഇത് നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടല്ലേ? ഫ്രിഡ്ജ് ഉണ്ട്. അത് ഇൻസുലിൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും രോഗികൾ, ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ ശരി, അത്യാവശ്യം ഒരു ബീറോ എല്ലാം അവർക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് അവരുടെ സൗകര്യാർത്ഥം. ഇനി കോഫി വേണമെങ്കിൽ ബെല്ലടിക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. അതും രാവിലെ എഴുന്നേറ്റ് നമുക്ക് കിച്ചണിൽ ഓർഡർ ചെയ്താലും വരും. ഇല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും സ്വന്തമായിട്ട് ഒരു ചായ കോഫി ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യവും ശരി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ വളരെ ക്ലീൻ ആയിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ഗസ്റ്റിന് 1/2 ലിറ്റർ വെള്ളം എന്നുള്ള നിലയ്ക്ക് 2 ഗസ്റ്റിന് 2 ബോട്ടിൽ വെള്ളം നമ്മൾ എപ്പോഴും കോംപ്ലിമെൻ്ററി വെക്കാറുണ്ട്. ഇനി മനോഹരമായതാ നോക്കി, എന്ത് രസമാണ് ബെഡ്. നമുക്ക് ആ റിയർ വ്യൂ ഒക്കെ കണ്ട് നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ഉറങ്ങാം. വല്ലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിന്ന് ഒരു മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് അല്ലേ സാർ? അതെ. ഇനി എന്തൊക്കെ ഫെസിലിറ്റിയാണ് റൂമിൽ ഇനിയുള്ളത്? റൂമിൽ നമുക്ക് ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു ടേബിളാണിത്. ശരി. കറണ്ട് പോയാലും കാർഡ് ഒരു കൊണ്ട് പുറത്ത് പോയാലും നമുക്കൊരു മൊബൈൽ ചാർജർ ഇവിടെ കറണ്ടോട് കൂടി ഓൺ ആയിരിക്കും. പിന്നെ സെൻട്രലൈസ്ഡ് ആണ്, VRF ആണ്. പിന്നെ കട്ടിലാണെങ്കിലും 6 വീതിയുള്ള നല്ല ഒരു കട്ടിലാണ്. നല്ല റിച്ച് ആയിട്ടുള്ള മാട്രസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കംഫോർട്ട് ഉൾപ്പെടെ എല്ലാം. പിന്നെ ബെഡ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും വളരെ 5 സ്റ്റാർ ഡീലക്സ് സ്റ്റൈലിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരി. നമ്മൾ അതുപോലെ ഫുഡ് മെനു ഒക്കെ ഉണ്ടല്ലേ റൂമിൽ തന്നെ? ഫുഡ് മെനു ഉണ്ട്, അത് നോക്കി എല്ലാ വെറൈറ്റീസും ഇവിടെ തന്നെ റൂമിൽ സെർവ് ചെയ്യുന്നതായിരിക്കും. ശരിക്കും നമ്മൾ ശരിക്കും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ചെല്ലുന്ന പോലെ ഉണ്ട്. പക്ഷെ അവിടെ ഈ ഒരു മനോഹാരിത, ഈ ഒരു വർണ്ണ ചിത്രങ്ങളുടെ ഒരു ലേഖനം എന്നൊക്കെ പറയുന്ന പോലെ അതൊന്നും നമുക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ ടാങ്കിൽ തന്നെ വരണം. എന്താ നോക്കി, പ്രകൃതി എത്ര കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു സമാധാനമാണ് നമുക്ക്. ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഹോം സ്റ്റേകൾ നമുക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ സാർ? അതെ. നമുക്ക് പുറത്തിറങ്ങി നിന്ന് അത്യാവശ്യം ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിലും പുറത്തിറങ്ങി നിൽക്കാൻ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അതെ, അതാണ് നിങ്ങളെ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ. സൗകര്യാർത്ഥം നമുക്കിങ്ങനെ കാറ്റുമൊക്കെ കൊണ്ട് മീനച്ചിലാറിൻ്റെ തീരത്തെ കാറ്റുകളൊക്കെ കൊണ്ട് മനോഹരമായിട്ട് നമുക്ക് മനസ്സ് ശാന്തമാക്കി നിൽക്കാൻ പറ്റും. അതെ, അത് ശരിക്കും ആ ഒരു വലിയൊരു കൺസെപ്റ്റ് തന്നെയാണ്. എല്ലാ റൂമും റിവർ ആംബിയൻസ് ഫ്രണ്ടോട് കൂടിയുള്ള റൂംസാണ്. ആണല്ലേ? പിന്നെ നമ്മുടെ ഇപ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊക്കെ ആയിക്കോട്ടെ, ബാത്റൂം നല്ല ഹൈജീനിക്, അതൊരു ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് സാർ അവിടുത്തെ പ്രത്യേകതകൾ? ബാത്റൂമിൽ നമുക്ക് ആദ്യം തന്നെ ഫ്ലോർ ടവൽ ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തെ സ്കിഡാകാതിരിക്കാനായിട്ട് ഫ്ലോർ ടവൽ വെച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാനുള്ളതാണ്. പിന്നെ ലോണ്ടറി ബാഗ് ഇവിടെ ഉണ്ട്, ലിനൻ വാഷിങ്ങിനുള്ളത് പുറത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹെയർ ഡ്രയർ ലേഡീസിന് ഒക്കെയും മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് നല്ല ബാത്റൂം. ഇത് ഒരു എക്സ്ട്രാ ഗ്ലാസ് കൂടെ വെച്ചിരിക്കുന്നത് ഗാർഗ്ലിംഗ് പർപ്പസിന് വേണ്ടിയുള്ളതാണ്, ഒരു ഗ്ലാസ്. പിന്നെ നമുക്ക് സ്റ്റാർ ഹോട്ടലിൽ മാത്രം കാണുന്നതാണ് ബാത്റൂമിൽ ഒരു ടെലിഫോൺ. മൊബൈലുള്ള കാലത്ത് വലിയ ആവശ്യം ഉണ്ടായിരിക്കില്ല, എങ്കിലും ആ ഒരു സ്റ്റാർ ലെവലിൽ ഇതൊക്കെ ഉള്ളതാണ്. കൂടാതെ നമുക്ക് ഗ്ലാസ് പാർട്ടീഷനുണ്ട്, ബോഡി ഷാമ്പൂ ഉണ്ട്, ഷവർ ജെല്ലുണ്ട്. കൂടാതെ മറ്റ് കിറ്റുകൾ, അതായത് ബോഡി ലോഷൻ, ദന്തൽ കിറ്റ്, ടൂത്ത് ബ്രഷ് 2 പേർക്ക്, കോമ്പ് ചീപ്പുണ്ട്, ഷേവിങ് കിറ്റുണ്ട്, ബോഡി ലോഷനുണ്ട്, സോപ്പുണ്ട്, ലിക്വിഡ് സോപ്പും ഹെയർ ഷാമ്പൂ എല്ലാം ഉണ്ട്. ഹലോ, ഞാനേ 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ കേട്ടോ. വൈഫിൻ്റെ അടുത്താണേ. ഇവിടുത്തെ ഈ ആംബിയൻസ് കണ്ടിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. നമ്മുടെ ക്യാമറാമാനോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോകട്ടോ. അതാ ശരിയല്ലേ? ഓക്കെ. കൂടാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കാണ് WC ബാൻഡ് ഒരു ബെൽറ്റ് ഇവിടെ ഇടുന്നത്. ക്ലീൻ ചെയ്ത് എന്നുള്ളൊരു തെളിവിന് എവിഡൻസിന് വേണ്ടിയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു മൈനോട്ട് മുട്ടുസൂചി ഉണ്ടെങ്കിൽ പോലും അതെന്തിനാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അതിൻ്റെ ആവശ്യകത ആ റൂമിലുണ്ടാവും. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ചില സ്ഥലങ്ങളൊക്കെ ചെന്നാൽ ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി നമ്മൾ വിളിച്ച് അവർ കിടന്ന് ഉറക്കുമായിരിക്കും.
അല്ലെങ്കിൽ ഒരു കോഫി ആയിക്കോട്ടെ, ബാത്റൂമിൻ്റെ ആവശ്യം ആയിക്കോട്ടെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരുന്നേ. നിങ്ങൾ ഈ കോട്ടയം ഭാഷ പറയുന്നത് പോലെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കുടുംബസമേതം കയറി വാ, അടിച്ച് കയറി വാ. ധൈര്യമായിട്ട് താമസിച്ച് സന്തോഷത്തോടെ പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇത് നമ്മൾ പറയുന്നതിലുപരി കാഴ്ചയാണ് നിങ്ങൾ കാണിച്ചു തന്നത്. ഇത് യൂറോപ്യൻ ബാത്റൂമാണ്. ഡ്രൈ വെറ്റ് സെപ്പറേറ്റ് ആണ്. ടോയ്ലറ്റ് റോള് ഉൾപ്പെടെ ടിഷ്യൂ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം സ്റ്റേയുടെ റൂഫിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ. ഇതും മനോഹരമാണ്. അത് പ്രിയപ്പെട്ടവർക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ. പിന്നെ അത് കൂടാതെ ഗെയിംസുകളൊക്കെ ഉണ്ടല്ലോ. ഗെയിംസ് എന്തൊക്കെ ഗെയിംസുകളാണ്? ക്യാരംസ്, ബൂസ്ബോൾ, ജങ്ക. ഓ ശരി. അതെല്ലാം ന്യൂ ടൈപ്പ് സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലേ? കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ടോ അത്? ഉണ്ട്. കുട്ടികൾ വളരെ ഇൻട്രസ്റ്റ് ആണ്. കാരണം അവർക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ടൈം പാരൻസുമായിട്ട് മാറി നിന്ന് കുറച്ച് സമയം എൻ്റർടൈൻ ചെയ്യാനായിട്ട് അവർക്ക് ഈ ഒരു ആംബിയൻസിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ? പിന്നെ കയാക്കിങ്ങിലും ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, സേഫ്റ്റിയാണ്. അതിലും അവർ ഇൻട്രസ്റ്റ്. പ്രത്യേക ട്രെയിനിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും നമുക്കല്ലേ? ഉണ്ട്. അത് ശരി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ഷെഫ് എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. ഫാമിലിയൊക്കെ ഏത് ഫുഡാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ആളുകളൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. ഇതെല്ലാം നമുക്ക് തയ്യാറാക്കി തരുന്ന ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് എന്നോടൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇവിടുത്തെ ഇവിടെ വരുന്ന ഫാമിലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഏതാണ്? ഫാമിലി കൂടുതലും റിവർ ഫിഷുകളാണ്, ഫിഷ് ഐറ്റംസ് ആണ് കൂടുതൽ. ഞാൻ ഇവിടുത്തെ പിടിച്ചുകൊണ്ട് വന്ന കരിമീനാണ്. അപ്പോൾ ഇതിപ്പോൾ എന്നാ ചെയ്ത് തരുന്നത് എനിക്ക്? ഇതിപ്പോൾ നമുക്ക് കാന്താരി പൊള്ളിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പച്ചമസാലയുണ്ട്, ഈ പറഞ്ഞ ഉപ്പിലിട്ട മാങ്ങ പൊള്ളിച്ച്. പാട്ട് കേട്ടപ്പോൾ ഒരുപാട് ഓർമ്മ തോന്നുന്നല്ലേ? 4-5 വെറൈറ്റീസ് ഉണ്ട്. നമുക്കിപ്പം കൂടുതലും നമുക്ക് പോകുന്ന കാന്താരി പൊള്ളിച്ചാണ് കൂടുതലും ആൾക്കാർ കസ്റ്റമേഴ്സ് കൂടുതൽ. പക്ഷേ വെറൈറ്റി ഒരു ആംബിയൻസ് കിച്ചൺ കേട്ടോ ഇവിടുത്തെ ഒരു വ്യത്യസ്തത. എങ്ങനെയാണ് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? തീർച്ചയായും നമ്മളൊരു ഹോംലി ഫീൽ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ഏറ്റവും പ്രത്യേകത നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം വരുന്ന ഗസ്റ്റുകളാണെങ്കിലും ഈ കിച്ചൺ കണ്ടതിന് ശേഷം ഒരുപാട് സജഷൻസ് നമ്മൾ നേരിട്ട് അവിടെ കയറുമ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ വീടുകളെ പോലെ തന്നെ മനോഹാരിത, നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ട് നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞ. അതെ അതെ. അപ്പോൾ എന്തായാലും കരിമീൻ പെട്ടെന്ന് പൊള്ളിക്കും. പോരാ. ഞാൻ ആദ്യം കരുതി സാർ ഇത് ട്രോളിയാണെന്നാണ് കരുതിയത്. അതാണ് ഞാൻ ഇന്ന് അരക്കി നോക്കി. ഇതെന്താ സംഭവം? ഇത് എക്സ്ട്രാ ബെഡ് വേണ്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സ്പെയർ ബെഡ് കൊടുക്കാനായിട്ടാണ്. നല്ല പ്രീമിയം ആണ്. നമുക്ക് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോയി റൂമിൽ കൊണ്ട് വെക്കാം. കൺവീനിയന്റ് ആണ്. ഈ ഒരു കനം ഉണ്ടാവും വേണ്ടി അല്ലേ? നല്ല തിക്നെസ് ഉള്ള പ്രീമിയം ക്വാളിറ്റി ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ളതാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫോൾഡ് ചെയ്ത് നമുക്ക് ഒതുക്കി വെക്കുമ്പോൾ നമുക്ക് സ്പേസ് സേവ് ചെയ്യുകയും ചെയ്യാം. ആവശ്യമുള്ള റൂമിലേക്ക് മാത്രം കൊണ്ട് കൊടുത്ത് നമുക്ക് തലയിലൊന്നും ചുവന്നുകൊണ്ട് വേണ്ട. അതൊക്കെ പണ്ടത്തെ കാലം മാറി. അതെ. അങ്ങനെ നമ്മുടെ ഒരു ദിവസം വളരെ വളരെ മനോഹരമാക്കി തന്നു നമ്മുടെ പ്രിയപ്പെട്ട സാറ്. ട്രയാങ്കിൾ റിവർ വ്യൂ ഇൻ ചൈതന്യ ഹോംസിൻ്റെ പ്രത്യേകതകൾ ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് പരിമിതി മൂലമാണ് നമ്മൾ അത് അവസാനിപ്പിക്കുന്നത്. അപ്പം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ഈ ഒരു മനോഹര ശില്പം ഇവിടെ നിർമ്മിച്ച താങ്കൾക്ക് പ്രത്യേക നന്ദി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇത് ആസ്വദിക്കണം എന്നുള്ളവർ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ, ഞങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. വളരെ ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ആ വൈബിൽ നിന്നും പ്രിയപ്പെട്ട ക്യാമറാമാനും റിജോയ് പറവൂറിനും എൻ്റെ മീഡിയ ടീമിനുമൊപ്പം സൈനിങ് ഓഫ് ചങ്ങനാശ്ശേരി.